കേരളത്തിലെ കാഴ്ചയില്ലാത്തവരുടെ ഏറ്റവും വലിയ സംഘടിത ജനാധിപത്യ കൂട്ടായ്മയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ്. 1967 സെപ്റ്റംബർ 11 രൂപം കൊണ്ട പ്രസ്ഥാനം പൊതുവിൽ ശാരീരിക ഭിന്നതകളുള്ള, വിശേഷിച്ചും കാഴ്ചയില്ലാത്തവരുടെ അവകാശ പോരാട്ടങ്ങളുടെ ഒരു കരുത്തുറ്റ പോരാളിയായി, അവർക്ക് ഒരു സേവനദാതാവായും പ്രവർത്തിച്ചു വരുന്നു. കഴിഞ്ഞ 5 ദശാബ്ദമായുള്ള സംഘടനയുടെ സേവനങ്ങൾക്ക് ഇന്ത്യൻ രാഷ്ട്രപതിയുടേതുൾപ്പെടെ ഒട്ടേറെ സംസ്ഥാന, ദേശീയ, അന്തർദേശീയ പുരസ്കാരങ്ങൾ പലതവണ ലഭിച്ചിട്ടുണ്ട്. സംഘടന നടത്തുന്ന വിവിധ സ്ഥാപനങ്ങളിൽ ശ്രദ്ധേയമായ ഒന്നാണ് കോഴിക്കോട് ജില്ലയിൽ കുണ്ടായിത്തോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിൽ ഉൽപാദന പരിശീലന കേന്ദ്രം. വിൻഡോസിലും ലിനക്സിലുമുള്ള കമ്പ്യൂട്ടർ പരിശീലനം, സ്വന്തമായി സഞ്ചരിക്കുന്നതിനുള്ള മൊബിലിറ്റി ട്രെയിനിംഗ്, ആൻഡ്രോയിഡ് ഫോണുകളുടെ ഉപയോഗം, ചെയർ കേനിംഗ്, തുണിസഞ്ചി, പേപ്പർ പെൻ, പേപ്പർ പാക്ക് നിർമ്മാണം, കുടനിർമ്മാണം എന്നീ വിവിധ മേഖലകളിൽ ഗുണനിലവാരമുള്ള പരിശീലനം ഈ സ്ഥാപനം ഉറപ്പുവരുത്തുന്നു. ഇവിടെ പരിശീലനാർത്ഥികൾക്ക് താമസവും ഭക്ഷണവും പൂർണ്ണമായും സൗജന്യമാണ്. വിദ്യാഭ്യാസം ലഭിക്കാത്തവരും തൊഴിൽ രഹിതരുമായ കാഴ്ചയില്ലാത്തവരെ മുഖ്യധാരാവൽക്കരിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും വേണ്ടിയാണ് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് ഈ സ്ഥാപനം ആരംഭിച്ചത്. ഏതാണ്ട് 1 ദശാബ്ദക്കാലം നല്ലൂരിലും ഫാറൂഖ് കോളേജിലും വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ച ഈ സ്ഥാപനം 1986 ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ നിർമ്മിച്ചു നൽകിയ ഇന്നത്തെ കെട്ടിടത്തിലേക്ക് മാറിയത്. അക്കാലത്തിൽ കാഴ്ച നഷ്ടപ്പെട്ടവരും ജന്മന കാഴ്ചയുള്ളവരായിട്ടും വിദ്യാഭ്യാസമോ മുഖ്യധാര ശ്രദ്ധയോ ലഭിക്കാതിരുന്നതുമായ ആളുകളെ വിദ്യാഭ്യാസ രംഗത്തേക്കും തൊഴിൽ രംഗത്തേക്കും കൊണ്ടുവരിക എന്നതും, കൂടാതെ അവരുടെ വ്യക്തിജീവിതത്തെ സജ്ജമാക്കുന്നതിനുള്ള പരിശീലനങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടും കൂടിയാണ് ഈ ക്ഷേമകേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത്. കേരളത്തിൽ പലയിടങ്ങളിലായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് കാഴ്ചയില്ലാത്തവർ വിവിധ ഘട്ടങ്ങളിലായി ഈ സ്ഥാപനത്തിന്റെ സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. 20ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെ ഗവൺമെന്റ് ഗ്രാന്റ് ഈ സ്ഥാപനത്തിനായി ലഭിച്ചിരുന്നുവെങ്കിലും ഏതാണ്ട് 2005-2006 കാലഘട്ടം മുതൽ പൂർണ്ണമായും സ്വകാര്യ വ്യക്തികളുടെയും സംരംഭകരുടെയും സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ തൊഴിൽ പരിശീലന ഉൽപാദന കേന്ദ്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിൽ സ്ത്രീകളും പുരുഷന്മാരുമായി 19ഓളം പരിശീലനക്കാരും 6ഓളം ജീവനക്കാരും ഈ സ്ഥാപനത്തിലുണ്ട്.